പിടിച്ചാലേ യൂട്യൂബ് ചാനൽ അവിടെ നിന്ന് വരും ഇപ്പൊ ഇല്ലല്ല ദോഷയത്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് അവിടെ നിന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല വണ്ടികളെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നീ എവിടെ പോകണ്ടോ അവിടെ പോയാൽ നമ്മളൊക്കെ ഉണ്ട് ഇവിടെ ഏത് അതില്ലേ നമ്മളവിടുത്തെ പിള്ളേരെ നമ്മുടെ കല്ലുകട ഞങ്ങളുടെ അവിടെയുള്ള പിള്ളേരാണ് സന്തോഷം കഴിഞ്ഞില്ലേ അല്ല അപ്പുറത്ത് ജിത്തൊക്കെ ഈ കരക്കലേക്ക് മാറ്റാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ, അതായത് അതിന് ആ ക്യാമറയിൽ മെയിനായിട്ട് നിങ്ങളാണ് കിടക്കുന്നത്. ഒരു മത്സരത്തെ നിയന്ത്രിച്ചുകൊണ്ട് അവരുടെ ഒന്നും രണ്ടും സ്ഥാനം അല്ലെങ്കിൽ ട്രാക്ക് തെറ്റുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ വീഡിയോ കാണാൻ വെച്ചത്. ആവേശമുള്ള സുന്ദരമായ ഈ മൂന്നാമത് ക്വിസ് മത്സരത്തിന്റെ തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണത്തിന് ഞാൻ മൈക്ക് സ്നേഹപൂർവ്വം വ്യാസിലേക്ക് ആവേശകരമായിട്ടുള്ള ഒന്ന് കൈയടിക്കൂടെ നമ്മുടെ ജില്ലയിലേക്ക് ഒപ്പത്തിനൊപ്പമല്ലേ അവരിങ്ങനെ പോരാടിക്കൊണ്ട് കടന്നു വരുന്നത്. ആ വെള്ളപ്പൊങ്ങങ്ങളിലും രണ്ടിലുമൊക്കെ ആ കരുത്താവായിക്കൊണ്ട് കടന്നു വരുമ്പോൾ സഭാവാസനാണ് ബോധിമുട്ടാണ്. എന്തൊരു ആവേശം, എന്തൊരു മത്സരം, എത്ര സുന്ദരം, എത്ര സുലഭം, എത്ര മനോഹരം. ആവേശത്തോടെ തുഴകളെറിഞ്ഞുകൊണ്ട് അങ്ങനെ ബോധിമുട്ട് അല്ല സഭാവാസൻ ഇനിയുകൊണ്ട് ട്രാക്കിലേക്ക് കിടക്കുമ്പോൾ ബോധിമുട്ടാണ് സഭാവാസനാണോ ഒപ്പത്തിനൊപ്പം ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞുകൊണ്ട് ബോധിമുട്ടും സഭാവാസനും പട്ടണത്തമ്മയും ആവേശത്തിൽ ആരാധിച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നല്ലൊരു മത്സരത്തിന് സാക്ഷികളായിക്കൊണ്ട് ഒരു ഫൈനൽ മത്സരത്തെ പോലെ കുതിച്ച് കുതിച്ച് പറന്ന് കടന്നു വരുമ്പോൾ കാണികൾ ആർത്തു വിളിക്കുന്നു. അവരുടെ വടക്കൻ പ്രദേശത്തിന്റെ കൈക്കരുത്തിൽ ശ്രീകാന്ത് അതിന്റെ ക്യാപ്റ്റനായും റെജിൻ അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ അതിന്റെ അടിയത്ത് ശ്രീകാന്തുണ്ട്, അമരത്ത് പ്രണവുണ്ട്. രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബോധിരുത്ത് പുത്രൻ CDBC പൈനൂർ ദേശത്തിന്റെ കൈക്കരുത്തിൽ അജിത് കെയനും സിജാസും ചേർന്നുകൊണ്ട് അതിന്റെ മുന്നിൽ നയിച്ച് അതിന്റെ ക്യാപ്റ്റൻസി അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനും അതിന്റെ അടിയത്ത് മനീഷും അതിന്റെ അമരത്ത് നന്ദനും കൈകാര്യം ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന വെണ്ണക്കലെന്ന ബ്ലാക്ക് പാൻഡേഴ്സിന്റെ കൈക്കരുത്തിൽ ആര്യകൃഷ്ണ രജീവ് അതിന്റെ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനായി നമ്മുടെ പ്രിയപ്പെട്ട രജീവേട്ടൻ തന്നെയുണ്ട്. അതിന്റെ അമരത്തും അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ എന്തൊരു മത്സരമാണ്. കഴിഞ്ഞ ഹീറ്റ്സ് മത്സരത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ആവേശം നിറക്കുന്ന ആവേശമല നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു മത്സരം തന്നെ. ഒപ്പത്തിനൊപ്പം മൂന്ന് കളിവള്ളങ്ങളും കൈനാഗങ്ങളെ പോലെ ചേരിപ്പാഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ഒരേ ഒരു ലക്ഷ്യത്തോടെ വിജയം 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 എന്നുള്ളത് മാത്രം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മൂന്ന് കളിവള്ളം കടന്നു വരുമ്പോൾ എന്തൊരു മത്സരമാണ്, എന്തൊരു ആവേശമാണ്. മഞ്ഞരത്തമ്മയാണോ, ബോധിരുത്ത് പുത്രനാണോ, വെണ്ണക്കലമ്മയാണോ, അഴകിന്റെ തമ്പുരാട്ടിക്കുട്ടി എന്ന് ജനോത്സവലോകം സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ തമ്പുരാട്ടിക്കുട്ടി പൊന്നിരത്തമ്മ, ബോധിരുത്തുകരയുടെ മാനസപുത്രൻ ബോധിരുത്ത് പുത്രൻ വെണ്ണക്കലെ നമ്മുടെ പ്രിയപ്പെട്ട വെണ്ണക്കലമ്മ. എന്തൊരു മത്സരം, എന്തൊരു ആവേശം. ഒപ്പത്തിനൊപ്പം ഒരൽപ്പം മുന്നിലേക്ക് നമ്മുടെ പൊന്നിരത്തമ്മ ഒന്ന് കയറാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല, ബോധിരുത്ത് പുത്രൻ കൊണ്ടുകൂടെ വെണ്ണക്കലമ്മയുണ്ടുകൂടെ ഒപ്പത്തിനൊപ്പം ആ നീളപ്പങ്കായങ്ങളും ആ നന്മൊക്കെ കുത്തിയെറിഞ്ഞുകൊണ്ട് അവരെ
കയ്യെത്തും വടിയെത്തും അങ്ങനെ അറിവയും ഒക്കെ കുത്തിയെറിഞ്ഞുകൊണ്ട് എന്തൊരാവേശത്തോടെ മഞ്ഞിരത്തമ്മയാണോ പുത്രനാണോ വെള്ളിക്കലമ്മയാണോ ഇതാ ഈ തൃപ്രയാർ നട ആവേശത്തിൽ തുള്ളിച്ചാടുമ്പോൾ മഞ്ഞിരത്തമ്മ തന്നെ ഒരൽപ്പം മുന്നിലേക്ക് ഇല്ല നിന്നെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുത്രൻ ഇളവെണ്ണക്കലമ്മ ആവേശത്തോടെ തുണികളെറിഞ്ഞുകൊണ്ട് എന്തൊരു മത്സരം എന്തൊരു ആവേശം ഇഞ്ചോടിഞ്ച് ആര് വിജയിക്കും മഞ്ഞിരത്തമ്മയാണോ പുത്രനാണോ വെള്ളിക്കലമ്മയാണോ ഒപ്പത്തിനൊപ്പമുള്ള മനോഹരമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് സുന്ദരമായിട്ടുള്ള കൊണ്ട് 3 കളിവള്ളങ്ങളും നമുക്ക് മുൻപിലൂടെ കടന്നു പോകുമ്പോൾ നല്ല ശക്തമായിട്ടുള്ള ഒരു മത്സരം എന്തായാലും കാലം സാക്ഷി ചരിത്രം സാക്ഷി എന്ന് പറഞ്ഞതുപോലെ തൃപ്രയാർ ജലോത്സവത്തിന്റെ മധ്യകേരളത്തിന്റെ ജലോത്സവ ചരിത്രത്തിലേക്ക് കാഴ്ചവെടുത്ത് വെച്ചുകൊണ്ട് മത്സരത്തിന്റെ വിജയത്തിന്റെ സമ്മാനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആരാണ് ഏതാണോ ആരാണ് വിജയത്തിന്റെ സോപാനത്തിലേക്ക് ഇന്ത്യ കുതിച്ചു മാറുന്ന കാഴ്ച ആരാണ് വിജയിക്കുക കേരളത്തിൽ ലീഡ് നേടിയിട്ടുണ്ടോ എന്ന് ഇവിടെ നിന്നിട്ട് അതോടൊപ്പം നമ്മുടെ കരകമാട് ജലോത്സവത്തിൽ അങ്ങനെ നമ്മുടെ ജലോത്സവത്തിൽ തുടർന്ന് നമ്മുടെ മലപ്പുറം കടവിലുള്ള ജലോത്സവത്തിൽ അങ്ങനെ തുടർന്ന് ഒരുപാട് ജലോത്സവങ്ങളിലേക്ക് സ്നേഹത്തോടെ ഒരുപാട് ഓണാശംസകൾ നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ വള്ളംകളി പ്രേമികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഗുഡ് ബൈ.